ഓക്കെ ഫൈൻ. ജുജുത്സു കൈസൻ സീസൺ നമ്പർ 3 എപ്പിസോഡ് നമ്പർ 9. നമുക്കറിയാം എപ്പിസോഡ് നമ്പർ 8 അവസാനിച്ചത് നമ്മുടെ ഇറ്റഡോറി വേഴ്സസ് ആ ഒരു ലോയറായിട്ടുള്ള ഹീഗ്രോമയായിട്ടുള്ള ഫൈറ്റ് തൊട്ടങ്ങുന്നിടം വെച്ചാണ്. അതായത് ഹീഗ്രോമോ ഡൊമൈൻ എക്സ്പാൻഷൻ ചെയ്യുകയാണ്, ഡെഡ്ലി സെൻറ്റൻസിങ്. അവിടെ വെച്ച് തന്നെയാണ് എപ്പിസോഡ് 9ഉം സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അതായത് ഡൊമൈൻ എക്സ്പാൻഷൻ സ്റ്റാർട്ട് ചെയ്ത നമ്മുടെ ഹീഗ്രോമയ്ക്കെതിരെ ഇറ്റഡോറി പാഞ്ഞു വരികയാണ്. പാഞ്ഞു വന്ന് അവൻ്റെ ഡൊമൈൻ എക്സ്പാൻഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ അറ്റാക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് വന്ന് അടിക്കാൻ തുടങ്ങുമ്പോഴേക്കും അവൻ പറയുന്നു, ഇവിടെ എല്ലാ രീതിയിലുള്ള വയലൻസും ഫോർബിഡൻ ആണ്, നിനക്ക് മാത്രമല്ല നമുക്ക് 2 പേർക്കും. അതിനെ തുടർന്ന് നമ്മുടെ ഹീഗ്രോമായി ഇറ്റഡോറിനെ ആ ഒരു കോടതി പോലത്തെ ഒരു സെറ്റപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിർത്തിയിട്ട് അവർ പറയുകയാണ്, വെർബലായിട്ടുള്ള ആ ഒരു വയലേഷൻ കുഴപ്പമില്ല, ഏതായാലും ജഡ്ജ്മെൻറ്റ് ബിഗിനെന്ന് നമ്മുടെ ഹീഗ്രോമ പറയുകയാണ്. എന്നിട്ട് നമ്മുടെ ജഡ്ജ്മെൻറ്റ് യുജിയുടെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ്. നിനക്ക് 18 വയസ്സാകുന്നതിന് മുമ്പ് നീ ഒരു സ്ഥലത്ത് കയറിയില്ലേ? അപ്പോഴേക്ക് യുജി ഏത് ശരിയാ. അപ്പോഴേക്കും നമ്മുടെ ആ ഒരു ഹീഗ്രോമ പറയുകയാണ്, ജഡ്ജ്മാന് നമ്മളെ പറ്റിയുള്ള എല്ലാം ഈ ഒരു ഡൊമൈനിൽ വെച്ച് അറിയാൻ സാധിക്കും. എന്നിട്ട് ഇറ്റഡോറിയുടെ ഹീഗ്രോമ പറയാണ്, നീ പേടിക്കേണ്ട, എനിക്ക് ആ ഇൻഫോ അതിലേക്ക് എത്ര ഒന്നും കിട്ടത്തൊന്നുമില്ല, പക്ഷേ നമ്മൾ തമ്മിലുള്ള ആർഗ്യുമെൻസിനെ ഇത് ബേസ് ചെയ്യുമെന്ന് പറയുകയാണ്. എന്നാൽ എവിഡൻസ് മാത്രം ഒഴിച്ച് എന്നിട്ട് നമ്മുടെ ഹീഗ്രോമ ഒരു എവിഡൻസ് കൈപ്പിടിക്കുകയാണ്, ഒരു എൻവലപ്പ് പേപ്പറിലുള്ള. എന്നിട്ട് പറയുകയാണ്, ഈ ഒരു എവിഡൻസ് ജഡ്ജ്മെൻറ്റ് സബ്മിറ്റ് ചെയ്തതാണ്. എന്നിട്ട് അവൻ പറയുകയാണ്, ഈ എവിഡൻസും സത്യം പറഞ്ഞാൽ അത്ര നെസസറി ഒന്നും അല്ല നീ ഗിൽറ്റി അല്ലെങ്കിൽ കുറ്റക്കാരനാണെന്ന് തെളിയിക്കാൻ. എന്നിരുന്നാലും നീ ജഡ്ജ്മാനോട് നീ നോൺ ഗിൽറ്റി ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ജയിക്കും. അപ്പോഴേക്ക് ഇറ്റഡോറിയുടെ മൈൻഡിൽ അപ്പോൾ ഈ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് ഒരു ട്രയലിൻ്റെ അല്ലെങ്കിൽ ഒരു വിധിനിർണയത്തിൻ്റെ രീതിയിലാണ്. അപ്പോൾ നമ്മുടെ ഇറ്റഡോറി അവൻ്റെ ബാഡ്ജ് കാണുന്നുണ്ട്, ആരുടെ? നമ്മുടെ ലോയറിൻ്റെ, അതായത് ഹീഗ്രോമയുടെ. അപ്പോൾ അവൻ മൈൻഡിൽ, അപ്പോൾ ഇയാൾ ശരിക്കും ഒരു ലോയറാണോ? ഈ ഒരു ടൈമിൽ അവൻ പറയുകയാണ്, ഇത് മോർ ലൈക്ക് ഒരു പ്രോസിക്യൂഷൻ പോലെയാണല്ലോ. എന്നിരുന്നാലും ഇദ്ദേഹം ഒരു മോഡേൺ സോഴ്സറാണ്. ഇതിപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 10 ഗൺ എന്ന് പറഞ്ഞതുപോലെ തന്നെ മിക്സഡ് ആക്കിയിട്ട് അവരതിൽ മോഡിഫൈ ഒക്കെ ചെയ്തിട്ടുള്ള ഡൊമൈനാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എന്തിന്? ഒരു ഷ്യൂർ ഹിറ്റ് അല്ലെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ പവർ അവിടെ വിജയിക്കുവാൻ വേണ്ടി. തുടർന്ന് നമ്മുടെ 10 ഗൺ ഇറ്റഡോറിയോട് പറയുന്ന കാര്യങ്ങളുടെ ഒരു ഫ്ലാഷ് ബാക്ക് ഇറ്റഡോറി ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്താണ് മോഡേൺ ടെക്നിക്സ് വെച്ച് ഇവർ യൂസ് ചെയ്യുന്നത്, പഴയ ടെക്നിക്സിൽ നിന്ന് എന്തൊക്കെയാണ് മോഡേൺ രീതിയിൽ ഇവർ മോഡിഫൈ ചെയ്തെടുക്കുന്നത്, അതെല്ലാം ഇറ്റഡോറിയോട് ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ ഫ്ലാഷ് ബാക്ക് എന്ന രൂപേണ നമ്മളെ കാണിച്ച് മനസ്സിലാക്കി തരുന്നു. ആൻഡ് ഫൈനലി അവർ പറഞ്ഞ് മനസ്സിലാക്കുന്നത്, 10 ഗൺ പറയുന്നുണ്ട് ഈ ഒരു ഡൊമൈൻസ് എല്ലാം അങ്ങനെ മോഡേൺ ആക്കി, എന്നാൽ അത് വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ സാധാരണ ആൾക്കാരെ പോലെ ഒരു ഷ്യൂർ കില്ല് ഹിറ്റ് കൊടുക്കുന്നതല്ല, മറിച്ച് നമ്മുടെ ഡൊമൈൻസിനെ അവരിലേക്ക് ഫോഴ്സ് ചെയ്യിപ്പിക്കും. എന്നിരുന്നാലും ഇറ്റഡോറിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്, അതായത് ഇവൻ്റെ ഡൊമൈൻ എന്നെ ഫിസിക്കലി ഹേർട്ട് ചെയ്തില്ല. സോ കാര്യങ്ങളുടെ ഗതിയൊക്കെ ഇപ്പം നമ്മുടെ ഇറ്റഡോറിക്ക് മനസ്സിലായി വരുന്നുണ്ട്. അപ്പോഴേക്ക് വീണ്ടും നമ്മുടെ ഹീഗ്രോമ പറയുകയാണ്, സോ നിനക്ക് കാര്യം മനസ്സിലായല്ലോ, നിനക്കും എനിക്കും ഒരു ചാൻസ് കിട്ടും നമ്മുടെ ഈ ഒരു കാര്യം ഗിൽറ്റി അല്ലെന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി. സോ അതിനെ തുടർന്ന് നീ പറഞ്ഞു കഴിഞ്ഞ് ഞാനും പറയും ആ എവിഡൻസിനെ തള്ളി നീക്കാൻ. സോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാദപ്രതിവാദം, അവസാനം ജഡ്ജ്മെൻ്റ് ആയിരിക്കും അതിൻ്റെ അവസാന വിധി നിർണ്ണയിക്കുന്നത്, അതും 6 കോഡ്സിൻ്റെ അണ്ടറിൽ. അപ്പോഴേക്ക് ഇറ്റഡോറി ചോദിക്കുന്നുണ്ട്, ഓക്കോ അപ്പോൾ ഈ ഒരു ഡൊമൈനിൽ ഞാൻ തെറ്റുകാരനാണെന്ന് തെളിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്ന്. അപ്പോഴേക്ക് ഇവൻ പറയുന്നു, അത് സത്യം പറഞ്ഞാൽ എനിക്ക് പറയാൻ പാടില്ലാത്തായിരിക്കും, ഏതായാലും നീ പറഞ്ഞുകൊണ്ട് അല്ല ചോദിച്ചുകൊണ്ട് ഞാൻ എങ്ങനെ പറയാം. നിനക്ക് 3 ചോയ്സാണ് കിട്ടുന്നത്. 1 സൈലൻസ്, 2 കൺഫെഷൻ, അതായത് ഏറ്റുപറയുക കുറ്റം ഏതാണ്, 3 ഡിനയൽ, അതായത് ഞാൻ ഈ കുറ്റം അംഗീകരിക്കുന്നില്ല, ഇത് തെറ്റാണെന്ന് പറയുക. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഡിനയലിൽ കള്ളമാണ് പറയുന്നതെന്ന്. അപ്പോഴേക്കാണ് ചോദിക്കുന്നത്, എന്ത്? അപ്പം ഈ ഒരു ട്രയലിൽ കള്ളം പറയുന്നത് ഓക്കെ ആണോ? അപ്പോഴേക്ക് നമ്മുടെ ഒരു 1.5 ഡയലോഗ് ഹീഗ്രോവും പറയുന്നുണ്ട്, എല്ലാവരും സത്യമാണ് പറയുന്നതെങ്കിൽ ഇങ്ങനൊരു വിധി നിയമത്തിൻ്റെ ആവശ്യം പോലും ഇല്ലല്ലോ എന്ന്. സോ സമയം കളയാതെ നീ നിൻ്റെ ആ കാര്യം പറയാൻ പറഞ്ഞ് നമ്മുടെ ലോയർ പറയുന്നു. അപ്പോൾ ഇറ്റഡോറി, ഞാൻ ആ സ്ഥലത്ത് പോയതാണല്ലോ, പാച്ചനിക്കോ പ്ലേസിൽ, എന്താ ഇപ്പം ചെയ്യുക? സോ ഞാൻ കുറ്റക്കാരനല്ലെന്ന് തെളിയണമെങ്കിൽ ഞാൻ കള്ളം പറയേണ്ടി വരും. സോ ഞാൻ കള്ളം പറയുകയാണെങ്കിൽ തന്നെ ആ എവിഡൻസ് അത് പ്രൂവ് ചെയ്യുമല്ലോ, അതുകൊണ്ട് എനിക്ക് ആ എവിഡൻസ് എന്താണെന്ന് മനസ്സിലായേ പറ്റൂ. സോ പെട്ടെന്ന് ആ ലോയർ ആദ്യം പറഞ്ഞ കാര്യം എൻ്റെ മൈൻഡിലേക്ക് വരികയാണ്, ഈ എവിഡൻസ് നീ ഗിൽറ്റിയാണെന്ന് ശരിക്കും പ്രൂവ് ചെയ്യാൻ ചാൻസ് ഒന്നുമില്ല. അപ്പോഴേക്ക് അവൻ വീണ്ടും അവൻ്റെ മൈൻഡിലേക്ക് മൈൻഡ് പവർ അവിടെ വർക്ക് ചെയ്യുകയാണ്. അതായത് ഓപ്ഷൻ 1, അതായത് എവിഡൻസ് ഞാൻ അവിടെ കയറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് പ്രൂവ് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്കിവിടെ സൈലൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇതിനെ എതിർത്തുകൊണ്ട് പറയുവാൻ പറ്റും.
അല്ല, നേരെ മറിച്ച് ഇനി ഓപ്ഷൻ 2, അതായത് ഞാൻ ഉള്ള കാര്യം അങ്ങ് പറയുകയാണെങ്കിൽ തന്നെ എനിക്ക് പറയാൻ പറ്റും ഞാൻ അവിടെ ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി കയറി ചെയ്തതാണ്. പക്ഷേ അത് ഓപ്ഷൻ 1 ആണെങ്കിൽ, അതായത് അപ്പം നീ അവിടെ കയറി അല്ലേ, അപ്പോൾ അവിടെ ഒരു വാദപ്രതിവാദം വരും. സോ അങ്ങനെ ഞാൻ പറഞ്ഞാൽ ഞാൻ എൻ്റെ തന്നെ കുഴി തോണ്ടുന്ന അവസ്ഥയായിരിക്കും. ഇനി ഓപ്ഷൻ 3, ഞാൻ കള്ളം പറയുകയാണെങ്കിൽ പോലും ആ എവിഡൻസ് പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും വേഴ്സ് ആയിട്ടുള്ള പണിയായിരിക്കും എനിക്ക് കിട്ടുന്നത്. സോ എനിക്ക് തോന്നുന്നത് ഇപ്പം ഞാൻ എന്നാ സംഭവിച്ചതെന്ന് അങ്ങോട്ട് കൺഫേസ് ചെയ്തിട്ട് അവരുടെ ആ വിധി ഏതാണേലും കുറച്ച് ചെറുതാണെന്ന് വിചാരിക്കാണ്. സോ രണ്ടും കൽപ്പിച്ച് ഇറ്റഡോറി അങ്ങ് പറയുകയാണ്, ശരിയാ ഞാൻ ആ സ്ഥലത്ത് പോയി, അത് സത്യം പറഞ്ഞ ഒരു എമർജൻസി ആയിരുന്നു, എനിക്ക് ടോയ്ലറ്റ് യൂസ് ചെയ്യണമായിരുന്നു. അപ്പോഴേക്ക് നമ്മുടെ ലോയർ ആവട്ടെ അവൻ്റെ ആ എവിഡൻസ് അങ്ങ് പൊട്ടിച്ചു തുടങ്ങിയിട്ട്, ഇതെന്ന് പറഞ്ഞാൽ ഇത് നീ പോയ ആ സ്ഥലത്തിൻ്റെ, അതായത് മാജി വേഗാസിൻ്റെ അടുത്തുള്ള ഒരു സെക്കൻഡ് ഹാൻഡ് ഷോപ്പിൽ നിന്നുള്ളതാണ്. കൃത്യം പറയുകയാണെങ്കിൽ ഇതൊരു സെക്യൂരിറ്റി ക്യാം ഫോട്ടോയാണ് ക്യാഷ് ഔട്ട് ബൂത്തിൽ നിന്ന്. അപ്പോൾ ഈ ഫോട്ടോ വെച്ച് നീ അവിടെ കയറിയിട്ടുണ്ടെന്ന് നീ പറഞ്ഞ പോലെ ശരിയാ, പക്ഷേ നീ ടോയ്ലറ്റിൽ പോകാൻ അവിടെ കയറിയെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഇച്ചിരി പാടാണ്. നിൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷനൊക്കെ വെച്ചിട്ട് നീ അവിടെ ചൂതാട്ടത്തിന് തന്നെ പോയതാണ് 18 വയസ്സിന് മുമ്പ്. സോ എന്തുവാണേലും നീ ചെയ്തത് തെറ്റാണ്, ഇതൊരു അൺലോഫുൾ എൻട്രിയാണ്. എന്നിരുന്നാലും ജപ്പാനിൽ ഗ്യാംബ്ലിങ്ങും ഇല്ലീഗലാണ്. എന്നിട്ട് ലോയർ പറയുന്നുണ്ട് ഇത് സത്യം പറഞ്ഞാൽ 2 സ്ഥലത്തായിരുന്നു ഈ ക്യാഷ് ഔട്ട് ബൂത്തും അതും ഇതുമൊക്കെ. സോ നീ ഒരു കാര്യം മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു, എനിക്ക് ഈ പ്ലേസ് അറിയത്ത് പോലും ഇല്ലെന്ന് പറഞ്ഞാൽ നീ ഡിനേ ചെയ്യുകയായിരുന്നെങ്കിൽ അതായിരുന്നു നീ പറയേണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ട് ആ സെൻറ്റൻസിൻ്റെ ആ ഒരു ചുറ്റി വെച്ച് ഇങ്ങനെ 2 അടി അടിക്കുന്നു. ഏതായാലും ജഡ്ജ്മെൻറ്റ് വിട്ടുകൊടുക്കാമെന്ന് പറഞ്ഞ് ജഡ്ജ്മെനപ്പം ഗിൽറ്റി എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് ആ ഒരു ഡൊമൈൻ എക്സ്പാൻഷനിൽ നിന്ന് വീണ്ടും റിയൽ ലൈഫിലെ ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയിട്ട് ഇറ്റഡോറി തന്നെ റിയലൈസ് ചെയ്യുന്നു, സോ ഐ ആം ഗിൽറ്റി. തുടർന്ന് നമ്മുടെ ഹീഗ്രോമോ വന്നിട്ട് ആദ്യം തുടങ്ങുകയാണ് അവൻ്റെ ആ ചൂറ്റിക വെച്ചിട്ട്. സോ ഫൈറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരുടെ പവറൊക്കെ മനസ്സിലാക്കി എടുക്കുന്നുണ്ട്. പെട്ടെന്ന് വേറൊരു സീനിലേക്ക് കട്ടാവുകയാണ്. ഹിറോമി ഹ്യൂഗ്രോമ, ഏജ് 36. അതായത് ഒരു നറേഷനാണ് ഈ ഹീഗ്രോമയുടെ. അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹം ലോ ഓഫ് യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്തതിൻ്റെ കാര്യവും ഒരൊറ്റ അറ്റംപ്റ്റിൽ തന്നെ എല്ലാ മേജറായിട്ടുള്ള എക്സാംസും ക്രാക്ക് ചെയ്തതും. അതായത് പുള്ളിയെ പറ്റിയ ഒരു നറേഷൻ, പുള്ളി എക്സെപ്ഷണലാണ്, പുള്ളിക്കാരന് എല്ലാം മാസ്റ്റർ ചെയ്തു, അതോടൊപ്പം ബാരിയർ ടെക്നിക്സും മാസ്റ്റർ ചെയ്ത ഒരാളാണെന്ന് നമുക്ക് മനസ്സിലാവുന്നു. അവേക്കണിങ്ങിന് ശേഷം 12 ദിവസത്തിനുള്ളിൽ തന്നെ ഒരു ഗ്രേഡ് 1 സോഴ്സറർ എന്ന ലെവലിലേക്ക് ഇദ്ദേഹം മാറിയെന്ന് പറയുന്നു. ഈ നറേഷനെല്ലാം നടക്കുമ്പോൾ നമ്മൾ ഇറ്റഡോറി എടുത്തിട്ട് അലക്കിക്കൊണ്ടിരിക്കുക അദ്ദേഹം. സോ ഇവനുമായിട്ടുള്ളൊരു ഫൈറ്റിൽ എങ്ങനെയാണ് കേഴ്സ്ഡ് എനർജി ഇല്ലാതെ ഇവൻ പിടിച്ചെടുക്കുന്നത് എന്നുള്ളൊരു ഡൗട്ട് നമ്മുടെ ഹീഗ്രോമയ്ക്കുണ്ട്. എങ്ങനെയാണ് ഇവന് ഇത്ര ഡ്യൂറബിലിറ്റി ഒക്കെ കിട്ടിയെന്നുള്ളൊരിത്. സോ മാക്സിമം പൊട്ടൻഷ്യലിൽ നമ്മുടെ ഹീഗ്രോമി ഇറ്റഡോറിയും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റഡോറി എല്ലാം സഹിക്കുന്നു. എന്നിട്ട് ഇപ്പോൾ പറയാം പറ്റത്തില്ല, ഇവന് എന്തെങ്കിലും ഡിസഡ്വാൻറ്റേജ് കാണും, പെട്ടെന്ന് ആലോചിക്കുക. അപ്പോഴേക്ക് അവൻ പറയുകയാണ്, ഹീഗ്രോമ എനിക്കൊരു റീട്രയലിൻ്റെ ആവശ്യമുണ്ട് പ്ലീസ് എന്ന്. അപ്പോഴേക്ക് വീണ്ടും ആ ബാക്ക് ടു റിയാലിറ്റി, അതായത് ആ ഡൊമൈൻ എക്സ്പാൻഷൻ്റെ അകത്തേക്ക്. അപ്പോഴേക്ക് ജഡ്ജ്മെൻറ്റ് പറയുന്നുണ്ട് ഒരാൾ ഗിൽറ്റിയാണെന്ന് പ്രൂവ് ചെയ്യുന്നിടം വരെ അവർ സെക്കൻഡ് ട്രയലിനെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്കത് റെഫ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന്. സെക്കൻഡ് ട്രയലിൽ ഇതേണ്ട പറഞ്ഞു, യുജി ഇറ്റഡോറി ഈസ് സസ്പെക്റ്റഡ് ഫോർ മാസ് മർഡർ ഇൻ ഷിബുയ October 31, 2018. ഇതിനാണെങ്കിൽ നമ്മുടെ ഇറ്റഡോറി യെസ് ഐ കിൽഡ് ദെം ഓൾ. സത്യം പറയാൻ ഹീഗ്രോമ പോലും ഇത് കേട്ട് ഞെട്ടിപ്പോയി. അപ്പോഴേക്ക് ജഡ്ജ്മെൻറ്റ് പറഞ്ഞു ഗിൽറ്റി. ഇവിടുന്ന് വീണ്ടും സീൻ കട്ട് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് ഹീഗ്രോമ എന്ന് വിളിച്ച് ഒരാളിങ്ങനെ വരികയാണ്. അതായത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ ആ ഡ്രാഫ്റ്റിൻ്റെ കാര്യം നേരത്തെ സബ്മിറ്റ് ചെയ്ത് അതിൻ്റെ കാര്യം പറയാനാണ്. സോ അവർ തമ്മിലൊരു കോൺവോ നടക്കുന്നുണ്ട്. ഹീഗ്രോമ തനിക്കൊരു ഡിഫൻസ് ലോയർ ആണോ എന്നല്ല പറഞ്ഞിരുന്നത്, എന്നിരുന്നാലും തനിക്കൊരു ജഡ്ജ് ആയിക്കൂടെ. അതായത് ഡെത്ത് പെനാൽറ്റി വിത്ത് കോൺഫിസിക്കേഷൻ, ഏറ്റവും ഹെവിയസ്റ്റ് പെനാൽറ്റി താങ്കൾക്ക് ജഡ്ജ് ചെയ്യൂടെ. സോ ഇവിടുന്നത് സീൻ കട്ട് ചെയ്തിട്ട് നമ്മുടെ ഹീഗ്രോമയുടെ കയ്യിൽ ഒരു വാള് പോലത്തെ ഒരു സാധനം വരികയാണ്, കോൺഫിസിക്കേഷൻ ടെക്നിക്കിൻ്റെ. പക്ഷേ ഇറ്റഡോറിയുടെ കേസിലാണെങ്കിൽ ഇപ്പോൾ ഇവന് കേഴ്സ്ഡ് എനർജി ഇല്ല. അതേ ടൈമിൽ ഹീഗ്രോമയ്ക്ക് സോഡ് ഓഫ് എക്സിക്യൂഷണർ കിട്ടുകയും ചെയ്തു. ആ സോഡ് വെച്ച് ആര് വെട്ടിയാലും അദ്ദേഹം മരിക്കുമെന്ന് ഉറപ്പാണെന്ന് നാരേറ്റർ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം ഇവൻ്റെ മൈൻഡിൽ കൂടെ, ഹീഗ്രോമയുടെ മൈൻഡിൽ കൂടെ ഇങ്ങനെ പോവുകയാണ്. നമ്മൾ ഒരാളുടെ അടുത്തേക്കുമ്പോൾ അയാളുടെ വീക്ക്നെസ് നമ്മൾ കണ്ടുപിടിക്കണം. ഈ വിക്ടിമിൻ്റെ വീക്ക്നെസ്, ഈ ഒഫൻഡറിൻ്റെ വീക്ക്നെസ് എങ്ങനെ കണ്ടുപിടിക്കും? അവൻ്റെ മൈൻഡിൽ ഇങ്ങനെ ഫ്ലാഷ് ബാക്ക് ഒക്കെ പോവുകയാണ്. ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും ഇങ്ങനെ ഡേ ബൈ ഡേ ആയിട്ട് ഇതെല്ലാം അഗ്ലി ഭയങ്കര ബാഡായിട്ടാണ് വരുന്നതെന്ന്. ഞാൻ ഏറ്റവും കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുന്ന പീപ്പിളും അങ്ങനെ ചെയ്യുന്ന ടൈമിലെല്ലാം എനിക്കിത് വീണ്ടും തിങ്ക് ചെയ്യാനാണ് വരുന്നതെന്ന്. നീയും അതേപോലെയുള്ള ഒരാളാണ് ഇറ്റഡോറി. പീപ്പിൾ ആർ വീക്ക് ആൻഡ് അഗ്ലി. അതായത് ഡാർക്ക്നെസ്സിൻ്റെ അപ്പുറം വീണ്ടും കൊടിയ ഡാർക്ക്നെസ്സാണ്, അല്ലാതെ വേറെ ഒന്നും തന്നെ ഇല്ല. അതായത് നമ്മുടെ ഹീഗ്രോമയുടെ മൈൻഡിലുള്ള എല്ലാ ബേഴ്സ്നെസ്സും ഇറ്റഡോറിയുടെ നേർക്ക്. അവനാണെങ്കിൽ ഒന്നും ചെയ്യാനും പറ്റുന്നില്ല, രക്ഷിക്കാനും പറ്റുന്നില്ല. പക്ഷേ ഇവൻ ഇൻട്രാക്ട് ചെയ്യുന്ന അവൻ ഇൻട്രാക്ട് ചെയ്യുന്നതനുസരിച്ച് ആൾക്കാരെല്ലാം ഇങ്ങനെ തന്നെ ആയിപ്പോയല്ലോ എന്നുള്ള ഒരു ഗ്രീഫാണ് നമ്മുടെ ഹീഗ്രോമയുടെ മൈൻഡിൽ. ബട്ട് എന്നിരുന്നാലും ഐ എം സോറി, ഐ വോണ്ട് ബിക്കം എ ജഡ്ജ് എന്നാണ് അവിടെ ആൻസർ വരുന്നത്. അപ്പോഴേക്ക് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഓക്കെ എന്തുകൊണ്ട്?
അപ്പോഴേക്കും അവൻ പറയുന്നുണ്ട് പീപ്പിൾ ആർ ഓൾ വീക്ക് ആൻഡ് അഗ്ലി. ഇതേ ടൈമിൽ ഇറ്റഡോറിയുടെ നിലക്ക് ആ ഒരു വാളുമായിട്ട് നമ്മുടെ ഹീഗറോമോ സീൻ കട്ട് ചെയ്ത് റിയൽ ലൈഫിൽ പായുന്നു. അപ്പോഴേക്കും അവൻ്റെ മനസ്സിലുള്ള എല്ലാ വ്യതയും വെച്ച് പറയുകയാണ്, നീ എന്തിനാണ് ഇത് അഡ്മിറ്റ് ചെയ്ത് ഗിൽറ്റിയാണ്. അതായത് സോഴ്സറിന് മുമ്പാകെ വെച്ചിരിക്കുന്ന ജഡ്ജ്മെൻറ്റ് വെച്ചിരിക്കുന്ന ആ ഒരു എവിഡൻസ് അവൻ സോഴ്സറിന് മുമ്പ് ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം നറേറ്ററിൻ്റെ രീതിയിലുള്ള അല്ലെങ്കിൽ ആ ഒരു നറേഷൻ വരികയാണ്, സുക്കുണ അതാണ് ഇറ്റഡോറിയുടെ ഉള്ളിലെ ആ ഒരു വീക്ക്നെസ് ഡ്വെല്ലിങ് ഇൻസൈഡ് യു. അതായത് സുക്കുണയാണ് എല്ലാവരെയും കൊന്നത്. അത് നമ്മുടെ ഹീഗുറുമയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. ബട്ട് നീ എന്തിനാണ് നീയാന്ന് പറഞ്ഞേ വൈ? എന്നിരുന്നാലും ഞാൻ വാൾ വെച്ച് വീശാൻ നേരത്ത് അവസാന നിമിഷത്തെ ആ വാൾ അപ്രതീക്ഷിതമാകുന്നു. നമ്മുടെ ഇറ്റഡോറിയുടെ പഞ്ച് ഹീഗുറുമയുടെ വയറ്റിൽ കൊള്ളുന്നു. സോ ആ ഫൈറ്റ് ഏറ്റുവാകുമ്പോൾ ഇവൻ പറയുന്നുണ്ട്, നീയല്ല സുക്കുണയാണ് എല്ലാത്തിനും കാരണം. അപ്പോൾ ഇറ്റഡോറി, നിനക്ക് എങ്ങനെ സുക്കുണയെ പറ്റി അറിയാം? അപ്പോഴേക്കും ഹീഗുറുമ പറയുന്നുണ്ട്, നിന്നെപ്പോലെ ഇഷ്ടംപോലെ പേര് വീക്ക്നെസ് ഉള്ളിൽ വെച്ച് ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കും. നീ നിൻ്റെ ഡ്രസ്സ് എടുത്തിട്ട് നിനക്ക് ഞാൻ 100 പോയിൻറ്റ്സ് തന്നേക്കാമെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നടക്കുകയാണ്. എന്നിട്ട് അവർ രണ്ടുപേരും കൂടി ഇരിക്കുകയാണ്. അപ്പോൾ അവൻ വീണ്ടും ചോദിക്കുന്നു, ഇറ്റഡോറി നിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം നീ ആരെങ്കിലും കൊന്നിട്ടുണ്ടോ? അപ്പോൾ ഇറ്റഡോറിക്ക് ഐ ഹാവ് എന്ന് പറയുന്നു. അപ്പോഴേക്ക് ഹീഗുറുമ, ഓ അങ്ങനെയാണോ, അത് ഭയങ്കര ടെറിബിൾ ഫീൽ അല്ലേ എന്ന് പറഞ്ഞ് ചോദിക്കുന്നു. ഇവിടെ വെച്ചാണ് ഈ എപ്പിസോഡ് നിൽക്കുന്നത്. പോയിന്റ് കൊടുക്കുമോ ഇല്ലയോ, ഫർദർ കോൺവെർസേഷൻ എന്താണെന്ന് നെക്സ്റ്റ് എപ്പിസോഡിൽ അറിയാൻ പറ്റുള്ളൂ. അതുവരെ ടാറ്റ ബോയ്സ്. നെക്സ്റ്റ് വീഡിയോ ടാറ്റ ഗൈസ്.